ഈജിപ്തിൽ ഗിസ ഏരിയയിലെ സ്ഫിങ്സ് പ്രതിമയുടെ മുന്നിലാണ് ഞാൻ. പുരാനിർമ്മിതികളുടെ വലിയൊരു കോംപ്ലക്സാണിത്. മരുഭൂമിയിൽ കൂറ്റൻ പിരമിഡുകളുടെ കാവൽക്കാരനെ പോലെ സ്ഫിങ്സ് പ്രതിമ. അതിനടുത്തേക്ക് പോകുന്നതിനു മുൻപ് ഇവിടെയുള്ള പുരാക്ഷേത്രത്തിലേക്കാണ് ഞാൻ നടക്കുന്നത്. പാശ്ചാത്യ ടൂറിസ്റ്റുകളുടെ വലിയ പ്രവാഹം കാണുന്നില്ലെങ്കിലും കുറച്ച് സഞ്ചാരികളൊക്കെ ഈ പരിസരത്തുണ്ട്. ക്ഷേത്രത്തിനു മുന്നിൽ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന ധാരാളം കച്ചവടക്കാർ. ക്ഷേത്രം പണിതിരിക്കുന്ന കല്ലുകളുടെ വലിപ്പം നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തും. കൽപ്പാളികൾ കൃത്യമായ അളവിൽ ചെത്തിമിനുക്കിയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 8 അടി വരെ ഉയരമുള്ള കല്ലുകൾ ചേർത്ത് വച്ചതാണ് നടവഴിയുടെ വശങ്ങളിൽ കാണുന്നത്. ക്ഷേത്ര കവാടത്തിലെത്തുമ്പോഴുള്ള ശിലാപാളികളുടെ വലിപ്പം കാണുക. 200 ടൺ വരെ ഭാരമുള്ള ശിലാഖണ്ഡങ്ങൾ അടുക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 4000 വർഷം മുൻപത്തെ ഒരു വാസ്തുവിദ്യാ അത്ഭുതം തന്നെയാണ് ക്ഷേത്രം. ഇടനാഴിയിൽ ഇവിടെ ഒരു കുഴിയുണ്ട്. ഫറവോമാരുടെ കാലത്ത് ക്ഷേത്രത്തിലേക്ക് വേണ്ട ജലം നിറച്ചിട്ടിരുന്ന കുഴിയാണിതെന്ന് ഗവേഷകർ പറയുന്നു. ആയിരക്കണക്കിന് വർഷം മണലിൽ മൂടിക്കിടന്ന ക്ഷേത്രമാണിത്. കല്ലുകളിൽ കാണുന്ന ഈ പരുക്കൻ ഭാവം അങ്ങനെ ഉണ്ടായതാണ്. ഞാൻ ക്ഷേത്രത്തിന്റെ പ്രധാന ഹാളിലേക്ക് നടന്നു. ഇവിടെ നിരവധി തൂണുകൾ കാണാം. മിക്കതും ഒറ്റക്കൽ തൂണുകളാണ്. 16 പില്ലർ ചേംബർ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. അസ്വാനിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് ഗ്രാനൈറ്റിലാണ് ഈ തൂണുകൾ ഓരോന്നും പണിതിരിക്കുന്നത്. ആദിമകാലത്ത് ഈ തൂണുകൾക്ക് മീതെ മേൽക്കുര ഉണ്ടായിരുന്നു. കാലാന്തരത്തിലെന്നോ അത് തകർന്നടിഞ്ഞു പോയതാണ്. 2 ദേവതകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഹാത്തോർ, ബാസ്റ്ററ്റ് എന്നീ ദേവതകളാണത്. ഇത് ക്ഷേത്രത്തിലെ സ്റ്റോറേജ് ചേംബറാണ്. പുരാതന കാലത്ത് 6 സ്റ്റോറേജ് മുറികൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചില ഫറവോമാരുടെ മരണാനന്തര ചടങ്ങുകൾ ഇവിടെ വെച്ച് നടത്തിയിരുന്നതിന്റെ തെളിവുകളും ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഫറവോ കാലത്ത് 2 ഘട്ടങ്ങളിലായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും ഗവേഷകർ പറയുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് അത്തരമൊരു നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിന്റെ തറ മുഴുവനായും അലബാസ്റ്റർ കല്ല് പതിച്ച് ഉരച്ചു മിനുക്കിയെടുത്തിരുന്നു. ക്ഷേത്രക്കെട്ടിന്റെ ഒരു ഭാഗത്തു നിന്നും ഒരു ഗുഹാവഴി പുറത്തേക്ക് നീണ്ടുകിടക്കുന്നുണ്ട്. മേൽക്കൂര നഷ്ടമായ ഒരു ഗുഹാവഴി. സ്ഫിങ്സിന് തൊട്ടടുത്തേക്കാണ് വഴി നീണ്ടുകിടക്കുന്നത്. പണ്ട് ഈ വഴി ഗഫ്രെ ഫറവോന്റെ മോർച്ചറി ടെമ്പിളുമായി ബന്ധിപ്പിച്ചിരുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. വഴിയുടെ തലയ്ക്കൽ കുറച്ചു ഭാഗത്ത് ഇപ്പോഴും മേൽക്കൂരയുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഇവിടെ തണൽ പറ്റി നിൽപ്പുണ്ട്. കച്ചവടക്കാർ നിരത്തിയ കൗതുക വസ്തുക്കൾ അനാഥമായി എന്നോണം ഇരിക്കുന്നു. ഗഫ്രയുടെ പിരമിഡിന്റെ മുൻവശത്ത് വരെ പാത നീണ്ടുകിടക്കുന്നത് കാണാം. ആ വഴിയുടെ വലത്തുവശത്താണ് സ്ഫിങ്സ് പ്രതിമ. നാലായിരത്തിലധികം വർഷങ്ങളായി ഈജിപ്തിനെ കണ്ടുകൊണ്ട് മരുഭൂമിയിൽ വിശ്രമിക്കുന്ന സ്ഫിങ്സ്. ക്രിസ്തുവിന് മുൻപ് 2500-ൽ ഗഫ്രെ ഫറവോന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രതിമ നിർമ്മിച്ചതെന്നാണ് ഗവേഷകരുടെ പൊതുനിഗമനം. 73.5 മീറ്റർ നീളവും 19 മീറ്റർ വീതിയും 20 മീറ്റർ ഉയരവുമായി ഒരു പ്രതിമ. അതായത് ഒരു 7 നില കെട്ടിടത്തേക്കാൾ ഉയരമുണ്ട് പ്രതിമയ്ക്ക്. സ്ഫിങ്സിന്റെ മടക്കിവെച്ച വാലും നീട്ടിവെച്ച മുൻകാലുമൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു ചെറിയ പ്രതിമയാണെന്ന് തോന്നും. ലോകത്തെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമയാണിത്. ആളുകൾ കൗതുകപൂർവ്വം പ്രതിമയെ കണ്ടു നിൽക്കുന്നു. പ്രതിമയുടെ തൊട്ടരികിലേക്ക് സന്ദർശകർക്ക് ചെല്ലാനാവില്ല. ഇവിടെ ഇങ്ങനെ ഒരു വേലി സ്ഥാപിച്ചിരിക്കുന്നു. നടവഴിയിലൂടെ നീങ്ങി ഞാൻ മറ്റൊരു ആംഗിളിൽ സ്ഫിങ്സിനെ കാണുന്നിടത്തേക്ക് ചെന്നു. ഈ മഹാസ്മാരകത്തിന്റെ രൂപം പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലാകുന്നതിനാണ് പല ആംഗിളുകളിൽ പകർത്തുന്നത്. ഈജിപ്തിലെയും ഗ്രീസിലെയും പുരാണങ്ങളിൽ സ്ഥാനമുള്ള സങ്കല്പമാണ് സ്ഫിങ്സ്. ഗ്രീക്ക് പുരാണത്തിൽ ഇവൾ നരകത്തിന്റെ കാവൽക്കാരനായ ചെർബാസ് എന്ന 3 തലയുള്ള ശുനകന്റെ സഹോദരിയാണ്. ഈജിപ്തിലെത്തുമ്പോഴാകട്ടെ ഫറവോന്റെ ശിരസ്സോടുകൂടിയ ദൈവരൂപിയാണ് സ്ഫിങ്സ്. എത്രയോ നൂറ്റാണ്ടുകൾ മണൽ മൂടിക്കിടന്ന പ്രതിമയാണ് സ്ഫിങ്സ്. ഇതിനെ വീണ്ടും കണ്ടെടുത്തതിനെക്കുറിച്ചും ഒരു കഥയുണ്ട്.
BC 1408 ഈജിപ്തിന്റെ യുവരാജാവായ തുത്മോസ് വേട്ടയാടാനായി ഈ പ്രദേശത്തെത്തി. അക്കാലത്ത് സ്ഫിങ്സിന്റെ പ്രതിമയ്ക്ക് മേൽ മണൽ മൂടി ഒരു കുന്നു തന്നെ രൂപപ്പെട്ടിരുന്നു. വേട്ടയ്ക്കിടെ ആ കുന്നിൻ ചെരുവിൽ അല്പനേരം കിടന്നുറങ്ങി യുവരാജാവ്. അപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. പൂഴിയിൽ നിന്നും തന്നെ വീണ്ടെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്ഫിങ്സ് മുന്നിൽ നിൽക്കുന്നതായിരുന്നു സ്വപ്നം. പിന്നീട് ഫറവോയായി തീർന്ന തുത്മോസ് സ്വപ്നം യാഥാർത്ഥ്യമാണോ എന്നറിയാൻ മണൽക്കുന്ന് മാറ്റുകയും അപ്പോൾ സ്ഫിങ്സ് പ്രതിമ പുറത്തു വരികയുമായിരുന്നു. കഥയോർത്തുകൊണ്ട് ഞാൻ താഴ്വാര ക്ഷേത്രത്തിലൂടെ പുറത്തേക്ക് നടക്കുകയാണ്. ഇടുങ്ങിയ പ്രവേശന കവാടത്തിലൂടെ ഞാൻ പുറത്തേക്ക് നടന്നു. പുറത്ത് തണുത്ത വെള്ളമൊക്കെ വിൽക്കുന്ന ധാരാളം കച്ചവടക്കാരുണ്ട്. ഇവിടെ ഏറ്റവും ചിലവുള്ളത് തണുത്ത വെള്ളത്തിനു തന്നെയാണ്. അലബാസ്റ്റർ കല്ലിൽ കൊത്തിയ ഫറവോ ശിരസ്സുകളും മറ്റു കൗതുക വസ്തുക്കളുമൊക്കെ വിൽപ്പനയ്ക്ക് നിരത്തിവച്ചിരിക്കുന്നു. ഈ കച്ചവടം കൊണ്ട് ജീവിക്കുന്ന പാവങ്ങൾ ഈ ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധിയിലാണ്. വിൽപ്പന വസ്തുക്കൾക്ക് വലിയ വിലയൊക്കെ കച്ചവടക്കാർ ആദ്യം പറയും. വിലപേശിയാൽ അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് തരികയും ചെയ്യും. കുതിരപ്പുറത്തൊക്കെ ചില സഞ്ചാരികൾ പോകുന്നുണ്ട്. ഇന്നാട്ടുകാർ തന്നെയായ ടൂറിസ്റ്റുകളാണിത്. അവരുടെ പിന്നാലെ നടന്ന് ജിം കാത്തുനിൽക്കാൻ പറഞ്ഞിടത്ത് അല്പനേരം നിന്നു. അപ്പോഴേക്കും ജിം എത്തി. കാറിൽ കയറി മടങ്ങുകയാണ്. ജിം യഥാർത്ഥ പേരല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത്. മറ്റു പല ബിസിനസ്സുകളുള്ള ആളായതിനാലും അംഗീകൃത ടൂർ ഗൈഡ് അല്ലാത്തതിനാലുമാകാം ശരിയായ പേര് മറച്ചുവെക്കുന്നത്. ഒരു ടൂർ ഗൈഡിൻ്റെതായ സേവനങ്ങളൊന്നും ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നില്ല എന്നത് വേറെ കാര്യം. ചരിത്ര കാഴ്ചകളുള്ള ഓരോയിടത്തും എന്നെ കൊണ്ടുചെന്നിറക്കും. ഏത് വഴിയാണ് കയറിപ്പോകേണ്ടതെന്ന് പറഞ്ഞു തരും. എപ്പോൾ തിരികെ എത്തണമെന്ന് നിർദ്ദേശിക്കും. പിന്നെ കാറിൽ കയറ്റി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും. ഇതാണ് ജിമ്മിൻ്റെ രീതി. ഗോൾഡൻ ഈഗിൾ പാപ്പറസ് എന്ന ബോർഡുള്ള ഒരു സ്ഥാപനത്തിന് മുന്നിൽ ജിം കാർ നിർത്തി. പാപ്പറസ് ഷീറ്റുകളുടെ നിർമ്മാണം കാണാനാണ് എൻ്റെ നടത്തം. പാപ്പറസ് ഷീറ്റിൽ വരച്ച ധാരാളം പെയിന്റിങ്ങുകൾ നിരത്തിവെച്ചിരിക്കുന്ന ഹാളുകൾ. ഇതാണ് നൈലിൻ്റെ തടങ്ങളിൽ സമൃദ്ധമായി വളരുന്ന പാപ്പറസ് ചെടി. അതിൻ്റെ തണ്ട് ഇതാണ്. ഇതിൽ നിന്നുമാണ് പുരാതന ഈജിപ്തുകാർ ആദിമ പേപ്പർ ഉണ്ടാക്കിയിരുന്നത്. ഇദ്ദേഹം ഇവിടുത്തെ ഗൈഡാണ്. എന്താണ് പാപ്പറസ് എന്നും അതുകൊണ്ട് പണ്ടുകാലത്ത് എങ്ങനെയാണ് പേപ്പർ ഉണ്ടാക്കിയിരുന്നതെന്നും അയാൾ വിവരിച്ചു തന്നു. പുരാതന ഈജിപ്ഷ്യന്മാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു പാപ്പറസ്. കൊട്ടയും വട്ടിയും കയറും തൊപ്പിയും കടലാസും പായും വരെ അവർ ഇതുകൊണ്ടുണ്ടാക്കി. ത്രികോണാകൃതിയാണ് പാപ്പറസ് തണ്ടിന്. This plant reaches from 3 to 5 meters high. So, we can make many different sizes of the papyrus sheets. അതിന്റെ അറ്റത്ത് ചാമരം പോലെ ചെറിയ ഇലകൾ. For example, the first step പാപ്പറസ് കൊണ്ട് എഴുതാനുള്ള ഷീറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇയാൾ വിവരിക്കുന്നത്. തണ്ടിന് പുറമേയുള്ള തൊലിക്ക് നല്ല ബലമാണ്. ഏതു വിധത്തിൽ ഒടിച്ചാലും മുറിഞ്ഞു പോകില്ല. അതിനാലാണ് ഇതുകൊണ്ട് കുട്ടയും കയറുമൊക്കെ നിർമ്മിച്ചിരുന്നത്. എന്നാൽ തണ്ടിനുള്ളിലെ പൾപ്പ് തീരെ ബലം കുറഞ്ഞതാണ്. പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ഒരുതരം സ്റ്റാർച്ചാണ് തണ്ടിലുള്ളത്. ഈ കാമ്പ് ഒന്ന് ഇടിച്ചു പരത്തി പരുവപ്പെടുത്തിയാണ് കടലാസ് നിർമ്മിക്കുന്നത്. ചപ്പാത്തിക്കോൽ പോലുള്ള ഒരു മരക്കഷ്ണം കൊണ്ട് ഒന്ന് പരത്തി കഴിയുമ്പോൾ തണ്ടിലെ ജലാംശം പുറത്തു പോവുകയും നാരുകൾ അവശേഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യക്കാരുടെ ചപ്പാത്തിയാണ് താൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പണി തുടരുന്നത്. ഈ വിധത്തിൽ ജലാംശം വേർപെടുത്തി കഴിയുമ്പോൾ പാപ്പറസ് കാമ്പ് ബലമുള്ളതാകുന്നു. ഇതുകൊണ്ടാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. ചീകി ചതച്ചെടുത്ത കാമ്പ് 2 ആഴ്ചയോളം വെള്ളത്തിലിട്ട് വയ്ക്കും. പിന്നെ അതെടുത്ത് ഈ വിധം ചേർത്ത് വയ്ക്കുന്നു. വെള്ളത്തിൽ കിടന്ന് ചെറുതായി ചെയ്യുമ്പോൾ ഇതിൽ ഒരുതരം പശ രൂപപ്പെടുന്നു. ഇത്തരം ചീളുകൾ തലങ്ങും വിലങ്ങും വയ്ക്കുന്നു. തുടർന്ന് ഇതിനു മുകളിൽ ഭാരം കയറ്റിവെക്കുന്നു. ഏതാനും ദിവസത്തിനു ശേഷം ആ ചീളുകൾ പുറത്തെടുക്കുക ഈ രൂപത്തിലാണ്. ഒരിക്കലും ചീന്തിപ്പോകാത്ത നല്ല ബലമുള്ള പേപ്പർ രൂപപ്പെട്ടു കഴിഞ്ഞു.
Of course, you can exhaust the effect of the natural sugar which make it stick together. Right. Water doesn't go through. ഇതിൽ വെള്ളം കോരിയെടുക്കുക പോലും ചെയ്യാം. നൂറ്റാണ്ടുകളോളം കേടുപാട് കൂടാതെ ഇരുന്നുകൊള്ളും ഈ കടലാസ്. വെള്ളത്തിൽ മുക്കാം, ചുളുക്കാം, ചുരുട്ടി മടക്കാം, കഴുകാം. കടലാസിന് കേടുപാടൊന്നും സംഭവിക്കുന്നില്ല. ഇതാ വെള്ളത്തിൽ മുക്കി ചുരുട്ടിയെടുത്ത ഷീറ്റ് വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു. ഇക്കാലത്ത് പാപ്പറസിന്റെ പേരിൽ പല തട്ടിപ്പ് സാധനങ്ങളും ഇറങ്ങുന്നുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഒറിജിനൽ പാപ്പറസ് ഷീറ്റ് വലിച്ചു കീറാനൊക്കെ വലിയ പ്രയാസമാണ്. അത്തരം പാപ്പറസ് ഷീറ്റുകളിൽ വരച്ചതാണ് ഈ ചിത്രങ്ങൾ. പക്ഷേ ചിത്രങ്ങൾ അധിക നേരം ക്യാമറയിൽ പകർത്താൻ കടക്കാർ എന്നെ അനുവദിച്ചില്ല. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. ഇതാ അനവധിയായ കാഴ്ചകളുടെ ഒരു സമാഹാരം. സഞ്ചാരം ഡിവിഡികൾ വോളിയം നമ്പർ 6. വെസ്റ്റ് ഇൻഡീസ്, സൈപ്രസ്, ലാവോസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ബ്രൂണൈ, ഫ്രാൻസ്. അമൂല്യമായൊരു ദൃശ്യയാത്രാ വിവരണ സമാഹാരം. ഫുൾ HD ക്വാളിറ്റിയിൽ 20 ഡിവിഡികൾ. വില 3500 രൂപ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മാസങ്ങൾ നീളുന്ന യാത്രകൾ നടത്തിയാലും ലഭിക്കാത്തത്ര കാഴ്ചകളും അറിവുകളും നിങ്ങൾക്ക് ഈ സമാഹാരത്തിൽ നിന്ന് ലഭിക്കുന്നു. വെറും 3500 രൂപയ്ക്ക് കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സഞ്ചാരം ഡിവിഡികൾ ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. പാപ്പറസ് കടയിൽ നിന്നിറങ്ങി ജിമ്മിന്റെ കാറിൽ യാത്ര തുടരുകയാണ്. ഒട്ടേറെ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ ഉയരുന്നത് കാണാം. ചുടുകട്ട പുറത്തു കാണുന്ന രീതിയിലാണ് കെട്ടിടങ്ങളെല്ലാം. ചുമരുകൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് വളരെ വിരളമായേ കാണാനുള്ളൂ. ഒറ്റനോട്ടത്തിൽ പണി പൂർത്തിയാവാത്ത കെട്ടിടങ്ങളാണ് ഇവയൊക്കെ എന്ന് തോന്നും. ഏത് നഗരത്തിലൂടെ പോകുമ്പോഴും ചുടുകട്ടകൾ പുറത്തു കാണുന്ന കെട്ടിടങ്ങളാണ് കാഴ്ചയിൽ. പുതിയ നഗരഭാഗങ്ങളിലെ പോലും ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങളും പുറംഭാഗം പ്ലാസ്റ്റർ ചെയ്യുന്നില്ല. നിർമ്മാണ ചെലവ് കുറയ്ക്കാനുള്ള വിദ്യയുമാവാം. ഒട്ടോമൻ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഈ രീതിയെന്ന് എനിക്ക് തോന്നി. തുർക്കിയിലും പല നഗരങ്ങളിലും ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്യാത്ത കെട്ടിടങ്ങൾ കണ്ടത് ഓർക്കുന്നു. ഗിസ പിന്നിട്ട് നഗരത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് നീങ്ങുന്ന കാറിൽ പുറം കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനിരുന്നു. നൈലിന് കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നൈൽ കടന്ന് ഇപ്പോൾ കെയ്റോ പട്ടണഹൃദയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒട്ടേറെ അധിനിവേശങ്ങളും പടപ്പുറപ്പാടുകളുമൊക്കെ കണ്ട ഒരു നഗരമാണ് കെയ്റോ. സമയവുമായാണ് ഞങ്ങളുടെ മത്സരം. അതിനാൽ ജിം ചില ഇടവഴികളിലൂടെയൊക്കെയാണ് കാർ വിടുന്നത്. എളുപ്പവഴിയിലൂടെയാണ് പോകുന്നതെന്നാണ് ജിമ്മിന്റെ അവകാശവാദം. അത് പക്ഷേ ട്രാഫിക് തടസ്സത്തിൽ ചെന്നെത്തുന്നുമുണ്ട്. നിരത്തുകളൊക്കെ വൃത്തിഹീനമാണ്. വാഹനങ്ങൾ പറത്തുന്ന പൊടിയും പുകയും അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. ലോകത്ത് അന്തരീക്ഷ മലിനീകരണത്തിന്റെ ദൂഷ്യം ഏറ്റവും അനുഭവിക്കുന്ന ഒരു നഗരമാണ് കെയ്റോ. അന്തരീക്ഷം മലിനമാവുന്നതിലൂടെയുള്ള അസുഖങ്ങൾ കൊണ്ട് ഓരോ വർഷവും 15,000 മുതൽ 25,000 വരെ ആളുകളാണ് ഇവിടെ മരിക്കുന്നത്. കെയ്റോയുടെ ചരിത്രമാണ് ഞാൻ ഓർക്കുന്നത്. ഫറവോമാരുടെ കാലത്തൊക്കെ നൈൽ ഡെൽറ്റയിലെ ഒരു പ്രധാന ജനവാസ കേന്ദ്രമായിരുന്നു കെയ്റോ. 10ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ഭരണാധികാരികൾ ഈജിപ്ത് പിടിച്ചടക്കിയതോടെയാണ് ആധുനിക കെയ്റോയുടെ ചരിത്രം വഴിമാറുന്നത്. 14ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ ഭരണം ഇവിടെ സ്ഥാപിതമായതോടെ കെയ്റോ വലിയൊരു പട്ടണമായി വളർന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കഴിഞ്ഞാൽ പ്രമുഖ നഗരം കെയ്റോ തന്നെയായിരുന്നു. മുന്നിൽ അങ്ങു ദൂരെ കെയ്റോയുടെ സിറ്റാഡൽ കാണാം. സലാദിൻ സിറ്റാഡൽ. അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനം. 4 മ്യൂസിയങ്ങളും പൗരാണിക മോസ്കുകളുമൊക്കെയുള്ള വിപുലമായൊരു കോട്ടയാണത്. കുർദിഷ് പാരമ്പര്യമുള്ള അയൂബിദ് രാജവംശം ഈജിപ്ത് ഭരിച്ചിരുന്ന കാലത്താണ് ഇവിടെ ഒരു കോട്ട പണിതത്. ഒട്ടോമൻ സാമ്രാജ്യം ഈജിപ്തിലേക്ക് വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇന്നാട്ടിൽ ജനക്ഷേമ ഭരണം നടത്തിയിരുന്ന രാജവംശമായിരുന്നു അയൂബിദ്.
കുന്നിൻ മുകളിൽ ഒരു കോട്ട പണിത് അതിനു ചുറ്റുമായി നഗരത്തെ വളർത്തിയെടുക്കുകയായിരുന്നു അയൂബിദ് ഭരണാധികാരികൾ ചെയ്തത്. ഇടതുവശത്താണ് സിറ്റാഡൽ. അതിമനോഹരമായി പരിപാലിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണത്. സിറ്റാഡലിന് മുന്നിൽ ഞാൻ ഇറങ്ങി. ജിം കാറുമായി പോയിരിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാണ് അയാൾ പോയത്. കുന്നുകയറി ഞാൻ സിറ്റാഡലിലേക്ക് നടന്നു. പടിപ്പുരയിൽ നിന്ന് ടിക്കറ്റ് എടുത്താണ് ഇപ്പോൾ നടത്തം. മൊക്കാട്ടം ഹിൽ എന്നറിയപ്പെടുന്ന ഒരു കുന്നിൻ മുകളിലാണ് കോട്ട. പാശ്ചാത്യ ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തിയിരുന്ന ഒരു ചരിത്ര സ്മാരകമായിരുന്നു ഇതും. ഇപ്പോൾ ടൂറിസ്റ്റുകളായി ഇവിടെ ഇങ്ങനെ ചിലരെയേ കാണുന്നുള്ളൂ. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴുള്ള സിറ്റാഡലിന്റെ രൂപം ഇതാണ്. അൽ ഗൗഹാറ പാലസ് മ്യൂസിയം, കാരീജ് മ്യൂസിയം, ഈജിപ്ഷ്യൻ മിലിറ്ററി മ്യൂസിയം, ഈജിപ്ഷ്യൻ പോലീസ് മ്യൂസിയം എന്നിവ ഈ കോട്ടയ്ക്കുള്ളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സംഘർഷത്തിൻ്റെയും സാമ്പത്തിക ഞെരുക്കത്തിൻ്റെയും ഒക്കെ നാളുകളാണെങ്കിലും ഇപ്പോഴും വളരെ ഭംഗിയായി പരിപാലിക്കപ്പെടുന്നുണ്ട് ഈ കോട്ട. പ്രശസ്തമായ 3 മോസ്കുകളുണ്ട് ഇതിനുള്ളിൽ. പല കവാടങ്ങൾ കടന്നു വേണം കോട്ടയുടെ ഉള്ളിലെത്താൻ. ഏതാണ്ട് 1000 വർഷം മുൻപ് പണിത കോട്ടയാണ് ഇതെന്നോർക്കണം. ഇന്നും തലയെടുപ്പോടെ നിൽക്കുകയാണിത്. വലതുഭാഗത്ത് കെയ്റോ പോലീസ് ആന്റിക്വിറ്റി സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന പോലീസ് മ്യൂസിയം. ഇടതുഭാഗത്ത് അൽ നാസിർ മുഹമ്മദ് മോസ്കിന്റെ മകുടങ്ങളും മിനാരങ്ങളും. ആദ്യം മോസ്കിനടുത്തേക്ക് തന്നെ പോകാൻ ഞാൻ തീരുമാനിച്ചു. ഇതാണ് മോസ്കിലേക്കുള്ള വഴി. തേൻ നിറമുള്ള കല്ലിന്റെ പടവുകളും ചുവരുകളും. വെയിലത്ത് അത് തിളങ്ങി നിൽക്കുന്നത് കാണാൻ രസമാണ്. ഉറപ്പു കുറഞ്ഞ ഒരുതരം ചുണ്ണാമ്പ് കല്ലാണിത്. മുറിച്ചെടുക്കാൻ എളുപ്പമാണെന്നതിനാൽ ഇവിടെയൊക്കെ പുരാനിർമ്മിതികൾക്ക് ഈ കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പടവുകൾ കയറിയെത്തിയത് അൽ നാസിർ മുഹമ്മദ് മോസ്കിന് മുന്നിലേക്കാണ്. അതിബൃഹത്തായൊരു മോസ്ക്. മോസ്കിലേക്ക് പോകുന്ന ഏതോ രാജ്യത്തു നിന്നുള്ള 2 സുന്ദരിമാർ എൻ്റെ അരികിലേക്ക് വന്നു. അവർക്ക് മോസ്കിനെ പശ്ചാത്തലമാക്കി ഒരു ഫോട്ടോ എടുത്തു കൊടുക്കണം. സുന്ദരിമാരെ നിരാശരാക്കിയില്ല. ഞാൻ മോസ്കിനടുത്തേക്ക് നടന്നു. ഈജിപ്ത് ഭരിച്ച സുൽത്താൻമാരുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കുള്ള ദേവാലയം ഇതായിരുന്നു. ഇറാനിൽ നിന്നെത്തിയ ശില്പികളാണ് സുൽത്താൻ അൽ നാസിർ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം ഈ ദേവാലയം നിർമ്മിച്ചത്. ഈ ശില്പികൾക്ക് സുൽത്താൻ രാജകീയമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നെന്നാണ് ചരിത്രകഥ. സാൻഡ്സ്റ്റോണും ഗ്രാനൈറ്റും മാർബിളും മൊസൈക്കുമൊക്കെ ദേവാലയത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി ശില്പികൾ ഉപയോഗിച്ചു. നിർമ്മാണം പൂർത്തിയായ കാലത്ത് മുസ്ലിം ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ ദേവാലയങ്ങളിലൊന്നായിരുന്നു ഇത്. പാശ്ചാത്യ ടൂറിസ്റ്റുകളെക്കാൾ തദ്ദേശീയരായ സഞ്ചാരികളെയാണ് മോസ്കിന്റെ പരിസരത്തൊക്കെ കാണുന്നത്. ദേവാലയത്തിന് മുന്നിൽ നിൽക്കെ അതിന്റെ ബൃഹത് രൂപം കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. ചരിത്രം വിരൂപനം രേഖപ്പെടുത്തിയ ഒരു സുൽത്താൻ പണിതാണ് ഇതെന്നോർക്കണം. കാലുകളിലൊന്ന് ക്രമാതീതമായി വളഞ്ഞും വൈരൂപ്യമാർന്ന ഒരു കണ്ണുമുള്ളയാളായിരുന്നു സുൽത്താൻ അൽ നാസിർ മുഹമ്മദ്. ഞാൻ ദേവാലയത്തിനകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. അകത്തളത്തിലെ തണുപ്പ് ആശ്വാസദായകമാവും. വാതുക്കൽ സുരക്ഷാ ഭടന്മാരൊക്കെയുണ്ട്. അകത്ത് പരവതാനി വിരിച്ചിട്ടിരിക്കുന്നു. ഒരു കാലത്ത് മനോഹരമായ പരവതാനിയായിരുന്നിരിക്കാം ഇത്. പക്ഷേ ഇപ്പോഴത് പലയിടത്തും പിന്നിപ്പോയിരിക്കുന്നു. അതിഗംഭീരവും വിശാലവുമായ ഹാളാണ് മോസ്കിൻ്റേത്. അവിടുത്തെ തണുപ്പിൽ കുട്ടികൾ കളിക്കുന്നു. ടർക്കിഷ് ശൈലിയിൽ ഞാന്നുകിടക്കുന്ന തൂക്കുവിളക്കുകൾ. മേൽക്കൂരയിൽ കാഴ്ചക്കാരെ അത്ഭുത പരതന്ത്രരാക്കുന്ന ചിത്രപ്പണികൾ. ഇസ്താംബുളിലെ ദേവാലയങ്ങളിലൊക്കെ കാണുന്ന തരം നിർമ്മാണ വിദ്യ തന്നെയാണിത്. എങ്കിലും ഇതിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ആ കാഴ്ചകളിൽ മുഴുകി അല്പനേരം ഞാൻ നിന്നു. 1318 നിർമ്മാണം പൂർത്തിയായ കാലത്ത് സുൽത്താൻ അൽ നാസിർ എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മോസ്കുമായി വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇതിനുള്ളിൽ തന്നെ സുൽത്താന്റെ ഓഫീസായി ഒരു ചെറിയ മുറിയും സജ്ജീകരിച്ചിരുന്നു. മനോഹരമായ ശില്പവിദ്യകളാണ് ഇറാനിയൻ ശില്പികൾ ഇവിടെ പ്രയോഗിച്ചത്.
അത് കാലാതിവർത്തിയായി ഇന്നും നിലനിൽക്കുന്നു. മാർബിളും ഗ്രാനൈറ്റും കൊണ്ടാണ് മോസ്കിന്റെ ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നതും തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നതും. വെള്ളിയാഴ്ചകളിൽ ഇമാം ഖുർആൻ പ്രഭാഷണം നടത്തിയിരുന്ന വേദി ഇതാണ്. ദേവാലയത്തിനുള്ളിലൂടെ ഞാൻ നടത്തം തുടർന്നു. ഏതാനും ടൂറിസ്റ്റുകളെ അങ്ങിങ്ങ് കാണാം. മോസ്കിന്റെ അത്ഭുതം ഒരു കുഞ്ഞിന് പകർന്നു നൽകുകയാണ് ഇവിടെ ഒരച്ഛൻ. മോസ്കിന്റെ പ്രധാന മകുടത്തിൽ നിന്നും കൂറ്റനൊരു തൂക്കവിളക്ക് ഞാന്നു കിടക്കുന്നു. ദേവാലയത്തിന്റെ പുറത്ത് ഒരു തളമുണ്ട്. അതെന്നെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇതാണ് ആ തളം. വെള്ളിയാഴ്ചകളിൽ കൂടുതൽ വിശ്വാസികൾ എത്തുമ്പോൾ ഇവിടെ നിന്നും നിസ്കരിച്ചിരുന്നു. ദേവാലയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഞാൻ നടത്തം തുടരുകയാണ്. അകത്ത് ഇനിയും കാഴ്ചകളുണ്ടെങ്കിലും മുറ്റത്ത് നിൽക്കുമ്പോൾ നല്ലൊരു ദൃശ്യമുണ്ട്. മോസ്കിന്റെ മുറ്റം അവസാനിക്കുന്നത് ഒരു തിട്ടയിലാണ്. അവിടെ നിന്ന് ഇതാണ് കാഴ്ച. കെയ്റോ നഗരത്തിന്റെ ആകാശക്കാഴ്ച.